കിട്ടുന്നുണ്ടാവുക. മരുന്ന് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി മെഡിസിൻസ് ഒഴിവാക്കിയിട്ട് ഒരു പ്രിവെൻഷനോടുകൂടി ഈ കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ എഫക്ട്സിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് ഐ കോഫിയുടെ റെലവൻസ്. കാരണം ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിലൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷുഗറിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഫ്റ്റർ എഫക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഹിയർ കംസ് ഐ കോഫി. ഐ കോഫിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് യാതൊരു സംശയമില്ല, ഇന്ന് ചരക സംഹിതയിൽ, ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരക സംഹിതയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് മധുമേഹ അഥവാ പ്രമേഹം എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി ഇറ്റ്സ് സലേഷ്യ, ഏകനായകം. ഈ ഏകനായകത്തിൽ നിന്നും ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന സാൽസിറ്റാൾ എന്ന് പറയുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ഏകനായകം പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഹെർബൽ കോഫിയാണ് ഐ കോഫി. ഇത് ഡയബറ്റീസിനെ വളരെ ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഇതിനകത്തുള്ള മറ്റു ഇൻഗ്രീഡിയൻസ്, ഒന്ന് കൂർഗ് റിജിൽ നിന്നുള്ള റോസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. അതുപോലെ കൗഹേജ് അഥവാ വെൽവെറ്റ് ബീൻ, നായ്ക്കുരണം എന്ന് പറയുന്ന ആ ഔഷധ സസ്യത്തിൽ നിന്ന് മോളിക്യൂൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഐ കോഫി ഒരാൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് ഉള്ള ഒരു പ്രോസസ്സ് ഒരു 40 ഡിഗ്രിയിൽ ഒരു സ്ലോ റോസ്റ്റിംഗിലൂടെയാണ് കോഫി എടുക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു. കഫീൻ ഇല്ലാത്ത കോഫിയാണ് ഐ കോഫി. സോ അതുകൊണ്ട് തന്നെ അത് ലൈഫ് ലോങ് റെഗുലർ ആയിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാം. ഈവൻ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ധൈര്യമായിട്ട് ഐ കോഫി ഉപയോഗിക്കാം. കാരണം ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മെഡിസിൻസിൽ നോർമലി കഫീൻ ഉണ്ടാവും. അവർക്ക് കോഫി കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കോഫി ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഉപയോഗിക്കാം, ബിക്കോസ് നോ കഫീൻ. എനിബഡി ക്യാൻ യൂസ്. സോ ഈ ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പോളിഫിനോൾസിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോഫി ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു ബെനിഫിറ്റും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. സോ ഇറ്റ്സ് വളരെയധികം റിസർച്ച് ഓറിയന്റഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി. അത് ഐ കോഫി ക്രീമർ, ഐ കോഫി ബ്ലാക്ക്, 2 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ്, വാട്ട് ആർ ദ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഐ കോഫി? ഏത് തരത്തിലുള്ള ടൈപ്പ് ആയിട്ടുള്ള ഡയബറ്റീസിലും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ടൈപ്പ് 1 ആയിക്കോട്ടെ, ടൈപ്പ് 2 ആയിക്കോട്ടെ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഏത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും നമ്മുടെ പ്രോഡക്റ്റ് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഷുഗർ ഉണ്ടോ? നോ ഷുഗർ ആഡഡ്. റൈറ്റ്. എത്ര കാലം ഇത് ഉപയോഗിക്കണം? അതും നമ്മൾ ഐപൾസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ